വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വിജയദശമിയുടെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു ദേവീ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. ഇന്ന് മാത്രമല്ല, കുറച്ച് ദിവസം വിജയദശമി വരെയും ഓരോരോ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് വന്നാലോ? ഇവിടെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ അമ്പലം ഉള്ളത്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോയാൽ മതി. അവിടെ പ്രോഗ്രാം കാണുന്നതാണ് ക്ഷേത്രം. ഇവിടാണ് പ്രോഗ്രാമൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം ഡാണ്ടിയായിരുന്നു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് നവരാത്രിയുടെ 6ാമത്തെ ദിവസമായിട്ടായിരുന്നു. അപ്പം ഡാണ്ടിയയ്ക്ക് എല്ലാവരും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു 7-8 മണിയൊക്കെ ആയിരുന്നു ടൈം പറഞ്ഞിരിക്കുന്നത്. ആ ടൈമിൽ എല്ലാവരും റെഡിയായി വന്ന്, കുട്ടികളും വലിയവരും എല്ലാവരും റെഡിയായിട്ടൊക്കെ വന്ന് നല്ല രീതിയിൽ ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുക. അതായിരുന്നു അന്നത്തെ പ്രോഗ്രാം. നമ്മുടെ നാട്ടിൽ നമ്മൾ തിരുവോണത്തിന് തിരുവാതിരയൊക്കെ കളിക്കത്തില്ലേ, അറേഞ്ച് ചെയ്തില്ലേ, അതേപോലത്തെ ഒരു സംഭവമാണ്. ഇങ്ങനെ എല്ലാവരും വട്ടം കറങ്ങി ഈ കോല് കൊണ്ടിങ്ങനെ ഡാണ്ടിയ എന്നാണ് ഇതിന് പറയുന്നത്. അങ്ങനെ ഡാൻസ് കളിക്കും. നെക്സ്റ്റ് ഡേ ഡാൻസ് കോമ്പറ്റീഷൻ ആയിരുന്നു. കുട്ടികളെല്ലാം നല്ല ഭംഗിയായിട്ട് അവരെ കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ടൊക്കെ ഡാൻസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഗാനമേളയായിരുന്നു. അതും ഗാനമേള എന്ന് പറഞ്ഞാലും ഇതൊരു ഭക്തി ഗാനമേള പോലെ ആയിപ്പോയി. അപ്പം കുറേ നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ ബോറടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു. अभी कोई भी नहीं बनाएगा, टाइम स्टार्ट होगा, ठीक है? हाँ सिंदूर छोड़ करके सब कुछ अच्छा
लिख के बता देना, हम करोगे तो आपको चलेगा। एक के साथ नहीं करना, नंबर वाइज करना। हाँ भेजिए ഇത് നവരാത്രിയുടെ അന്ന് ഉച്ചയ്ക്ക് നമുക്ക് അവിടെ നിന്നായിരുന്നു ഫുഡൊക്കെ. ഭണ്ഡാര എന്നാണ് അത് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് അന്നദാനം നടത്തുമല്ലോ, അതേപോലെ ഇവിടെ കിട്ടുന്നത് പൂരി, പൊട്ടറ്റോ കൊണ്ടൊരു സബ്ജി, തൈര് കൊണ്ടൊരു സബ്ജി, പിന്നെ മധുരത്തിനായിട്ട് നമുക്ക് ബൂന്തി ലഡുവിൻ്റെ ബൂന്തി. ഇതാണ് ഇത്രയുമാണ് നമുക്ക് കിട്ടുന്നത്. हे भगवान, मेरे तो भागी फूट गए। करमचली बेटा दे बेटा, बेटी नहीं। बेटा वंश को आगे बढ़ाता है, बेटी नहीं। ഇത് കലശവും കാര്യങ്ങളും നവരാത്രിയിൽ ആ 9 ദിവസം അമ്പലത്തിൽ പൂജിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ പുഴയിൽ കൊണ്ട് ഒഴുക്കി കളയാൻ പോകുന്നതാണിത്. അന്ന് രാത്രി രാവണനാണെന്ന് സങ്കല്പിച്ച് ഇതേപോലെ കുറേ പ്രതിമ പോലൊക്കെ റെഡിയാക്കി അതിനകത്ത് കുറേ പടക്കങ്ങളും ഒക്കെ നിറച്ചിട്ട് ഇതേപോലെ കത്തിക്കും. കത്തിച്ച് അതെല്ലാം കത്തി തീരുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം പകൽ ദസറയായിട്ടാണ് ആഘോഷിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ അർത്ഥം പറയുന്നതെന്ന് വെച്ചാൽ തിന്മയുടെ മേളിൽ നന്മയുടെ വിജയം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ ആഘോഷിക്കുന്നതൊക്കെ. അതല്ല ഇപ്പം ഇത് ഇവിടുത്തെ മാത്രമായതുകൊണ്ട് ഒരു ചെറിയൊരു പ്രതിമ പോലൊക്കെയാണ് റെഡിയാക്കിയത്. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ ഹൈറ്റിൽ ഭയങ്കര നമ്മുടെ കൊച്ചി പപ്പാനിയെ കത്തിക്കത്തില്ല മറൈൻ ഡ്രൈവിൽ, അതേപോലെ അത്രയും ഹൈറ്റിൽ വലുതൊക്കെ ഓരോരുത്തരൊക്കെ ചെയ്ത് ക്ലബ്ബ് പോലൊക്കെ ചെയ്ത് കത്തിക്കുന്നതൊക്കെ. നവരാത്രിയുടെ ഒരുക്കങ്ങളും പൂജകളും ഒക്കെ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, ഈ കാണുന്ന പോലെ റോഡിൻ്റെ സൈഡുകളിലും ഒരുപാട് ഇതേപോലെ സ്റ്റേജ് പോലൊക്കെ കെട്ടി ഇങ്ങനെ ഒരുക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ആൾക്കാരെല്ലാം വന്ന് ഈ 9 ദിവസം അവിടെ പൂജ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ. നവരാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡുകളിലൊക്കെ ഇതേപോലെ ഒത്തിരി സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ നവരാത്രിയെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്